ദിവിഷ്, ഈ സ്റ്റേഡിയത്തിൽ നിന്നും ഇറങ്ങി വരുന്ന മുഖത്ത് ഓരോരുത്തരുടെയും മുഖത്തുള്ള സന്തോഷം തന്നെയാണ് ഇന്ത്യയുടെ ഈ വിജയം. കാരണം 12 വർഷമായി ഇത്തരത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ കൊതിക്കുന്നു, സ്വന്തമാക്കാൻ വേണ്ടി കൊതിക്കുന്നു. മാത്രമല്ല ഈ നൂറ്റാണ്ടായി കാത്തിരിക്കുന്നു ന്യൂസിലൻഡിന്റെ ഇതേപോലെ ഒരു തോൽവിക്ക് വേണ്ടിയിട്ട്. കാരണം 2000-ൽ ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചു. രോമാഞ്ച കഞ്ചുമായ നിമിഷമാണ് നമ്മൾ എല്ലാ കളികളോട് കാണാവുന്നുണ്ട്. തുടർച്ചയായ വിജയത്തിലൂടെയാണ് ഇന്ത്യ അപരാജിതമായിട്ട് ഈ നേട്ടം സ്വന്തമാക്കിയത്. അതിന്റെ സന്തോഷം ഇവിടെയുള്ള എല്ലാ ആരാധകർക്കും ഓരോ ദിവസവും നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ വന്നു പോകുമ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യ കിരീടം നേടുന്നുള്ളതായിരുന്നു. അത് പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിലായിരുന്നു, ന്യൂസിലൻഡിനെ നേരിടുന്ന സമയത്താണെങ്കിലും ഒക്കെ എല്ലാവരുടെയും പ്രതീക്ഷ അത് പൂർണ്ണമായും ദുബായിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്ന് സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഇറങ്ങി വരുന്ന ഓരോ ആളുകളെ നമുക്ക് കാണാം ഇന്ത്യയുടെ ജേഴ്സി അടിച്ച്. कराची से लोग अपने मुल्क अंदरूने जाते हुए ഇതാണ് ഈ ഇറങ്ങി വരുന്ന ഓരോ ആളുകളുടെയും ജേഴ്സി കാണുമ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം ഒരു നീലക്കടൽ എന്ന് നമ്മൾ പറയാറുണ്ടോ. അതുപോലെ തന്നെ ആയിരുന്നു 25,000 പേർക്ക് ഇരിക്കാവുന്ന ഈ സ്റ്റേഡിയം. അതിൽ 99% ഇന്ത്യക്കാർ മാത്രമായിരുന്ന ഓരോ ഘട്ടത്തിലും ഇന്ത്യ ജയിക്കുന്നു എന്നുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ആവേശത്തോടെയുള്ള വിളി നമ്മൾ കേട്ടിരുന്നു. അതാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടെ കണ്ടിരുന്നത്. അതിനൊരു പരിസമാപ്തിയാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ശരി, സുരേഷ് വിളിച്ചുമാണ് ദുബായിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ആവേശകരമായ അതിഗംഭീരമായ ഒരു വിജയം സ്വന്തമാക്കിക്കൊണ്ട് രോഹിത് ശർമ്മയും കൂട്ടരും